Hello guys, tomorrow is my chemistry exam. പൂജയും കർമ്മൊക്കെ ബഹുക്കേമായിരിക്കണു. ഇനി നമുക്ക് പഠിച്ചും കൂടി കഴിഞ്ഞാൽ ഇല്ലില്ല കേമായിരിക്കണു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ദൈവം പാതി താൻ പാതി എന്നാണല്ലോ. ദൈവം പാതി കഴിഞ്ഞു, ഇനിയിപ്പോൾ താൻ പാതി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കെമിസ്ട്രി ആയതുകൊണ്ട് നാമിന് വേളമ്പ് ഇച്ചിരി കൂടുതലാ. എല്ലാം അറിയാവുന്നൊരു ഭാവം. ആ ഭാവം അങ്ങ് മാറി തന്നെ രക്ഷപ്പെടും. പക്ഷെ മാറൂ? അതില്ല, മാറില്ല, മാറരുതല്ലോ. ഓക്കെ, എന്നാ ഞാൻ പോയി പഠിക്കട്ടെ. അല്ലാണ്ട് ഇതും വെച്ചിരുന്ന ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ശരി, അപ്പോൾ ബൈട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട വീഡിയോയിലേക്ക് ഞാൻ തലേദിവസമാണ് ഇന്ന് പഠിക്കാൻ തുടങ്ങിയത്. 3 ദിവസം ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം എനിക്ക് ബോധം ഉണ്ടായത്. അപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷേ എൻ്റെ ടൈട്രേഷൻ നല്ല രസമായിരുന്നു. എനിക്ക് അസിഡിക് മെത്തേഡാണ് കിട്ടിയത്. അസിഡിമെട്രിക് മെത്തേഡാണ് കിട്ടിയത്. അതിൽ ഞാൻ ഫസ്റ്റ് ഈ ഫിനോക്സലിനെ അടങ്ങിയ പകരം ഞാൻ ടൈട്രേഷൻ തുടങ്ങി. എനിക്ക് വലിയ ടെൻഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ടൈട്രേഷൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴായി അത് കളറില്ലല്ലോ എന്നുള്ളൊരു ബോധതയം വന്നിട്ട് പിന്നെ ഞാൻ പോയി കളർ ചേർത്തു. സാലറി അനാലിസിസ് എനിക്ക് സ്വാഭാവികമായിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇഫ് യു നോ യു നോ. എനിക്ക് അമോണിയം സൾഫേറ്റ് എന്ന് കിട്ടി. അത് അത്യാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു. വൈവ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സൾഫേറ്റിൻ്റെ കൺഫർമേഷൻ ചോദിച്ചു. എനിക്കത് അറിയായിരുന്നു. പക്ഷെ ഞാൻ അമോണിയം അസറ്റേറ്റ് കഴിഞ്ഞിട്ട് ലെഡ് അസറ്റേറ്റ് കഴിഞ്ഞിട്ട് അസറ്റിക് ആസിഡാണോ അമോണിയം അസറ്റേറ്റ് ആണോ എന്നൊരു ഡൗട്ടായി. അപ്പോൾ ഞാനത് പറഞ്ഞില്ല. അപ്പോൾ അടിച്ചിട്ട് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെഡ് അസറ്റേറ്റും പിന്നെ അമോണിയം അസറ്റേറ്റ് ആണോ അതോ അസറ്റിക് ആസിഡാണോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ആലോചിച്ചു എന്നോടോ. ഇനി ഞാനൊന്നും പറയാൻ പോയില്ല. നമ്മൾ പിന്നെ മിണ്ടാതിരിക്കണം. അതിന് വൈവയിൽ ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നത്തെ വൈവ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ എഴുതിയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ പിന്നെ എനിക്കറിയാമല്ലോ. ഞാൻ എഴുതിയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ കറക്റ്റായി. പിന്നെ എന്തായിരുന്നു, അത്യാവശ്യം എനിക്ക് കെമിസ്ട്രിയും ഫിസിക്സുമാണ് ഇഷ്ടപ്പെട്ട ലാബ്. കമ്പ്യൂട്ടർ എനിക്ക് അത്ര വലിയ നല്ല ലാബ് അല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇനി ഞങ്ങൾക്ക് മാത്സും കൂടി കഴിഞ്ഞാൽ ലാബ് എക്സാം കഴിഞ്ഞു. മോഡലായി പെട്ടെന്ന് കഴിഞ്ഞില്ല നമ്മുടെ +2. അപ്പോൾ എന്നോട് കുറച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺഫ്യൂഷൻ ഇട്ടോളൂ ലാബ് എക്സാമിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ. അപ്പോൾ എൻ്റെ ഇനി ഒരു പ്രാക്ടിക്കലാണ്, എൻ്റെ പ്രാക്ടിക്കൽ ഫുള്ള് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ചെറിയ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഞാൻ ചെയ്യണം എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏത് സോൾട്ടാണ് കിട്ടിയ, ഏതൊക്കെ എക്സ്പെരിമെൻറ്റ്സ് കഴിഞ്ഞു, ഏതൊക്കെ പ്രാക്ടിക്കൽ കഴിഞ്ഞു എന്നൊക്കെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.